നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം. പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച പ്രായപൂർത്തിയാകാത്ത മകനെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽ കേസ് പ്രതി പിടിയിൽ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COA കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച് നടത്തി. മണലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. വാർത്തകൾ വിശദമായി നോക്കാം. അച്ഛനെ ചവിട്ടി വീഴ്ത്തി പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി അറസ്റ്റിലായി. താന്യം തെക്കിനിയടുത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് കുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയത്. കുട്ടിയുടെ പിതാവ് തടഞ്ഞെങ്കിലും ചവിട്ടി വീഴ്ത്തി കുട്ടിയെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അന്തിക്കാട് വലപ്പാട് പോലീസ് സ്റ്റേഷനിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് വിവേക്. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവരാണ് വിവേകിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ ശക്തി തെളിയിച്ച് COAയുടെ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച്. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് മുൻ MP-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ പറഞ്ഞു. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് COAയുടെ നേതൃത്വത്തിൽ ഈ മാസം 17 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമര പരമ്പരയ്ക്ക് മുന്നോടിയായാണ് COA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. മുൻ MP-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ഈ കേബിൾ TV മാത്രമല്ല, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ BSNL അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഈ ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. പ്രത്യേകിച്ചും ഈ COAയിൽ തന്നെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ 5000-ൽ പരം ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ 12 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പലരും COAയുമായി ധാരണാപത്രം ലംഘിക്കുന്ന KSEB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും KSEBയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് പറഞ്ഞു. നിങ്ങൾ ഉയർത്തുന്ന ഈ ആവശ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും നിങ്ങളുടെ ഈ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അറിയിക്കുന്നതിനും വേണ്ടിയാണ്. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം KSEB കേബിൾ ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. ഏതൊക്കെ പ്രാരംഭ ദശയിലുള്ള പ്രതിസന്ധികളിലൂടെ അത് കടന്നുപോയിട്ടുണ്ടോ, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആ വ്യവസായത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് KSEB സ്വീകരിക്കുന്നതെന്നും KSEB നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് പറഞ്ഞു. ഓഫീസുകൾക്ക് മുന്നിൽ നടത്തുകയാണ് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ. ഈ സംഘടന രൂപീകൃതമായ കാലം മുതൽ തന്നെ KSEB പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരന്തര സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. COA ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, ജില്ലാ ട്രഷറർ CG ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുകയാണ്.
മണലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തും വിളക്കങ്കാൽ സെന്ററിലുമാണ് ദിവസങ്ങളായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി പോകുന്നത്. പലതവണ പരാതിപ്പെട്ടിട്ടും ഇതുവരെ അധികാരികൾ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ സമയത്ത് ഇന്ന് വിളക്കങ്കാല് സെന്ററിൽ പൈപ്പ് പൊട്ടി നന്നായി വെള്ളം പോകുന്നുണ്ട്. ഞാൻ രാവിലെ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ അത് നമ്മുടെ അധികാരികളെ ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് കാര്യം അടയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തുള്ളി വെള്ളം നമ്മുടെ കിണർ പോലും ഇല്ലാത്ത സമയത്ത് മണലൂർ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ മുന്നിലും വെള്ളം പൊട്ടി പോകുന്നു. ഒരാഴ്ച കാലമായി. ഇപ്പോൾ ഈ വിളക്കങ്കാൽ സെന്ററിലും തന്നെ ഇന്നലെ വൈകിട്ട് വെള്ളം പൊട്ടി പുഴ പോലെ ഓടിക്കൊണ്ടിരിക്കുക. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. 8ാം വാർഡിൽ അവിടെ ലൈൻ കോൺക്രീറ്റ് കട്ട പിടിച്ചിട്ടുണ്ട്. അതിന് സൈഡിൽ പൈപ്പ് വെള്ളം പൊട്ടി 2 മാസമായി വെള്ളം പൊട്ടി പോകുന്നു. ആ വാർഡ് മെമ്പർ സ്ഥലത്തില്ല. വാർഡ് മെമ്പർ ഗൾഫിൽ പോയിരുന്നു. പിന്നെ അത് ചോദിക്കാനും പറയാനും ആരുമില്ല. നാട്ടുകാർ പറയാനേ പറ്റുള്ളൂ, മെമ്പറില്ലേ. അപ്പോൾ നമ്മളെന്താ ഈ വെള്ളം കുറച്ച് പൈപ്പ് നമുക്ക് എന്നും കിട്ടുന്ന സാധനം. ഇനി അടുത്ത വേനൽക്കാലമാകുമ്പോൾ വേനൽക്കാലം കൂടി വരുന്നതോറും വെള്ളം തീരില്ലാണ്ടാവുന്ന കാലം. അപ്പോൾ അത് എന്തെങ്കിലും എത്രയും പെട്ടെന്നൊരു പരിഗണി വെള്ളം പാഴാക്കാണ്ട് നോക്കേണ്ടത് നമ്മുടെ വാർഡ് മെമ്പർമാർ, നമ്മുടെ നാട്ടിലുള്ള അധികാരം ചുമതല. അത് എത്ര പെട്ടെന്ന് ശരിയാക്കണം. പഞ്ചായത്ത് ഓഫീസിന് തൊട്ടടുത്ത് പൊട്ടിയ പൈപ്പിൽ നിന്നും ആഴ്ചകളോളമായി വെള്ളം പാഴായി പോവുകയാണ്. അധികൃതരുടെ കൺവെട്ടത്ത് തന്നെ വലിയ തോതിൽ വെള്ളം പാഴായിട്ടും നടപടിയെടുക്കാത്തതിൽ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ വേനൽക്കാലത്ത് അധികാരികളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ഇത്തരം അനാസ്ഥ വേദനാജനകമാണെന്നും നാട്ടുകാർ പറഞ്ഞു. സ്വന്തം വൃക്ക ദാനമായി നൽകിയ ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാമിനെ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ MP TN പ്രതാപൻ ഉപഹാരം നൽകി. അയാൾക്ക് ഒരു കിഡ്നി കൊടുത്താൽ അയാൾക്ക് ജീവൻ നിലനിൽക്കുമെന്ന് ചെറുപ്പക്കാരന് അയാൾക്ക് ബോധ്യമായപ്പോൾ വീട്ടുകാരുടെ സ്നേഹവും സമ്മതമൊക്കെ വാങ്ങി ഷൈജു തൻ്റെ കിഡ്നി കൊടുക്കുകയുണ്ടായി. ഷൈജുവിന് മുമ്പ് ആളെ പരിചയമില്ല, അറിയില്ല. ഇതൊരു നല്ല ദൈവവിശ്വാസികളായ ആളുകൾക്കും നന്മയും മനസ്സിനകത്ത് ധാർമ്മികത ഉള്ളവർക്ക് മാത്രം തോന്നുന്നൊരു വികാരമാണ്. നമുക്കൊക്കെ ഇതുണ്ടെന്ന് സ്വയം പറയുകയാണെങ്കിലും അവസാന നിമിഷം വരുമ്പോൾ ഒന്നുമില്ല നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കും, കുടുംബക്കാരെ തിരിഞ്ഞു നോക്കും, അങ്ങനെ പറയും. പക്ഷെ വൈദ്യശാസ്ത്രം തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഒരാൾക്കൊരു കിഡ്നി, ഈ 2 കിഡ്നി ഒരു കിഡ്നി വേണ്ടു. ഒരു കിഡ്നി ബാക്കിയാണെങ്കിൽ വേറൊന്നും വേണ്ട. ഷൈജു ആ വൈദ്യശാസ്ത്രത്തിൻ്റെ സത്യസന്ധതയും മനസ്സിലാക്കി അത് കൊടുത്തു. എന്ത് സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് കുടുംബത്തോടൊപ്പം ജീവിക്കുന്നത്. വീട്ടുകാരുടെ പിന്തുണയില്ലാതെ ആർക്കും എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനായാലും സ്വന്തം കുടുംബാംഗങ്ങളുടെ കൂടി സ്നേഹവും പിന്തുണയില്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, സന്ദീപ് KS, ജോഷി ആലപ്പാട്ട്, രാജേഷ് KK, അശോകൻ കോമത്തുകാട്ടിൽ, പൈലി ആന്റണി, കുട്ടിക്കൃഷ്ണൻ, NB ബൈജു, സെന്റ് ജോൺ, ജോയ് പുലിക്കോട്ടിൽ, ഉമ്മർ പഴുവിൽ എന്നിവർ സംസാരിച്ചു. നൽകി ജീവൻ രക്ഷിച്ച ഷൈജു സായിറാം സ്നേഹമുള്ള മനുഷ്യനാ ഷൈജു എന്ന സായിറാമിന്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കണ്ടശങ്കടവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചു. കണ്ടശങ്കടവ് സൗഹൃദ തീരം പവലിയനിൽ നടത്തിയ ചടങ്ങ് കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ റാഫേൽ ആക്കമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി പോലെ തന്നെ അതിനേക്കാൾ മാരകമായിട്ടൊരു കാര്യം നമ്മളെല്ലാവരിലും ഉണ്ട്. അത് ഈ വിപത്തിനോടുള്ള നമ്മുടെ നിസ്സംഗത. അത് എൻ്റെ വീട്ടിലോ ഒരംഗത്തിന് വരുന്നത് വരെ എനിക്കതൊരു പ്രശ്നമല്ല. ഇതാണ് നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എൻ്റെ വീട്ടിലൊരാൾക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ദുരന്തം അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. അങ്ങനെ ആയാൽ പോരാ, നമ്മൾ ഉണരണം. ഇത് അത്രമാത്രം വലിയ വിപത്താണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ടിൽ വായിച്ചത് നമ്മുടെ കേരളത്തിൽ 1000-ലധികം സ്കൂളുകളിൽ ഈ ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമാത്രം വലിയ ഭീകരതയാണ് ഇത് കൊണ്ടുവരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഭീകര സംഘടനകളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടില് ഈ ലഹരി വസ്തുക്കൾ ഇത്രമാത്രം വിപുലമായ തോതില്, വ്യാപകമായ തോതില് കുട്ടികളുടെ കൈകളില്, സ്കൂളുകളില്, നമ്മുടെ സമൂഹത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ലഹരി മാത്രമല്ല, അതിന്റെ പിന്നില് ചില വൻ ശക്തികൾ കൂടി നമ്മുടെ സമൂഹത്തെ അപകടത്തിലാക്കുന്നുണ്ട് എന്നുള്ള
ഒരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. അന്തിക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ എൻ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജോയ്മോൻ പള്ളിക്കുന്നത്ത്, വർഗീസ് P ചാക്കോ, ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, MC മദനകുമാർ, PS സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പഞ്ചായത്തിലെ SC വിദ്യാർത്ഥികൾക്ക് മേശ, കസേര എന്നിവയുടെ വിതരണ ഉദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത ഗണേശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, പഞ്ചായത്ത് മെമ്പർമാരായ CM നിസാർ, ഷെബീർ അലി, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, സുജിത്ത് MS, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത്, അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി CD എന്നിവർ സംസാരിച്ചു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരെ ഏത് വിധത്തിൽ താങ്ങി ഉയർത്തി അവരുടെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി അവരെ എത്തിക്കാം എന്ന നമ്മുടെ LDF സർക്കാരിൻ്റെ ഏറ്റവും സുഗമമായ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് നമ്മൾ വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവർക്കുള്ള SC വിദ്യാർത്ഥികൾക്കുള്ള കട്ടിലും മേശയും കസേരയും പഠനോപകരണം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വിതരണം നടത്തുകയാണ്. ലയൺസ് ക്ലബ്ബ് 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റ് പ്രകാരം വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. കാരമുക്ക് കുറ്റൂക്കാരൻ കൺവെൻഷൻ സെന്റർ നടത്തിയ ചടങ്ങിൽ മണലൂർ 17-ാം വാർഡിലെ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് മലമ്പുഴ, ചെറുപ്പുളശ്ശേരി, പാലക്കാട്, ചേംബർ, ലയൺസ് എന്നീ ക്ലബ്ബുകളിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗമാണ് വിതരണം ചെയ്തത്. വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് ചാർട്ടർ മെമ്പർ PB ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PG രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. ക്ലോത്ത് ബാങ്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് VR സൽഗുണൻ, വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് CB സുനിൽകുമാർ, KR മോഹനൻ, MB ബിജിത്ത്, MR ഗോപി, പൊതുപ്രവർത്തകൻ ജോസഫ് പള്ളിക്കുന്നത്ത് എന്നിവർ സംസാരിച്ചു. കാരമുക്ക് ചർച്ച് LP സ്കൂളിലെ 130-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ബിസിനസ്സുകാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയേണ്ട വക്കീലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പ്രൊഫഷനിലേക്ക് എത്തിപ്പെട്ടവർ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും. എനിക്ക് തോന്നുന്നു അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൻ്റെ അധ്യാപക രക്ഷാകർതൃ ദിനം എന്ന് പറയുന്നു, അതായത് പാരന്റ് ടീച്ചർ അസോസിയേഷൻ അല്ലെങ്കിൽ എന്താ പറയുക അധ്യാപക രക്ഷാകർതൃ ദിനം, അധ്യാപകനും രക്ഷാകർത്താവും കുട്ടിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ദിനമാണ് നോക്കുന്നത്. ഇന്നത്തെ അധ്യാപനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അധ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്ത് ജീവിതത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യനെ ഇങ്ങനെ എന്താ പറയണ്ടേ ഒരു വെല്ലുവിളികൾ നിറഞ്ഞതിൽ കൂടിയാണ് കടന്നു പോവുക. ചിലപ്പോൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിന് ഇവിടേക്ക് വന്നു എന്ന് വരെ ചിലപ്പോൾ തോന്നി. പക്ഷെ തോന്നും ഇതല്ല, ഇതിനെ പിടിച്ച് നമ്മൾ അങ്ങനെ വിട്ടെറിഞ്ഞ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ശരിയാക്കി പോകണം എന്ന് ചെറിയ പിടിവാശിക്കാരനും കൂടിയിട്ടാണ്. എന്നിരുന്നാലും നമുക്കതിൻ്റെ നിന്നുകൊണ്ട് ശരിയാക്കി തീർക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നേറി കഴിഞ്ഞ് വീട്ടിലേക്ക് കിടക്കണ നേരത്തെ ഞാൻ ചുമ്മാ ഒന്ന് എന്നെക്കുറിച്ചിട്ട് എന്നെ ആലോചിക്കും, ഇന്നത്തെ ദിവസം എന്തു ചെയ്തു പ്രവർത്തിച്ചു. ഞാൻ ഇന്ന് മാഷ പരിപാടി ഉണ്ടാവില്ല വെച്ചിട്ട് ചുമ്മാ വീട്ടിലിങ്ങനെ എൻ്റെ പറമ്പിലിങ്ങനെ കിടന്ന് മഴയൊക്കെ കൊണ്ട് നടക്കുന്ന നേരത്തെ മാഷ് വിളിച്ചു. അതുകൊണ്ട് മാഷ കുളിച്ചിട്ടൊന്നുമില്ല എന്ന് വെച്ചാൽ ഈ ഡ്രസ്സും എല്ലാം ഊരിട്ടു. സ്കൂൾ മാനേജർ ഫാദർ ടോണി വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കാരമുക്ക് കൃപാസദൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ഏഞ്ചല അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹെഡ്മാസ്റ്റർ ജോഷി ജോസഫ് M, സ്റ്റാഫ് സെക്രട്ടറി എലിസബത്ത് റാഫേൽ, PTA പ്രസിഡന്റ് CB തസ്ലിമ, MPTA പ്രസിഡന്റ് സൗമ്യ ശിവാനന്ദൻ, OSA പ്രസിഡന്റ് അഡ്വക്കേറ്റ് AD ബെന്നി, വർഗീസ് ജോസ്, KC ജിജോ, CV ആർദ്ര, മിൽജ റോസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സത്യസ്വരൂപ പരിപാലക തവ ശരണം ശരണം ജ്യോതിപ്രദായക ജഗദീശ്വര തവ ശരണം ശരണം.
പഞ്ചഗുസ്തിയിലും വെയ്റ്റ് ലിഫ്റ്റിംഗിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പ്രതിഭ തെളിയിച്ച ഭിന്നശേഷിക്കാരനായ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആദരമൊരുക്കി സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇഫ്താർ വിരുന്ന്. കഴിമ്പ്രം സ്വദേശികളായ പടിഞ്ഞാറ്റയിൽ ജോയ് രാഖി ദമ്പതികളുടെ മകനായ കൃഷ്ണരാജാണ് അപൂർവ പ്രകടനത്തിലൂടെ ശ്രദ്ധേയനായത്. ഭിന്നശേഷിക്കാർക്കുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും 1ാം സ്ഥാനവും റണ്ണറപ്പ് സ്ഥാനവും കരസ്ഥമാക്കിയ കൃഷ്ണരാജ് ദേശീയതലത്തിൽ ഉത്തർപ്രദേശിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ പഞ്ചഗുസ്തി, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബെഞ്ച് പ്രസ് എന്നീ ഇനങ്ങളിൽ മാറ്റുരയ്ക്കാൻ പോവുകയാണ്. ട്രസ്റ്റ് ട്രഷറർ ശ്രീജിത്തിന്റെ വസതിയിൽ നടന്ന ഇഫ്താർ വിരുന്നിനോടൊപ്പമാണ് കൃഷ്ണരാജിനെ പൊന്നാടി അണിയിക്കലും ധനസഹായം കൈമാറലും നടന്നത്. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി MM സലീം, ട്രഷറർ TV ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ബാബു കുന്നുങ്ങൽ, ജോയിന്റ് സെക്രട്ടറിമാരായ PC ഹഫ്സത്ത്, ഷൺമുഖരാജ് മാസ്റ്റർ, ട്രസ്റ്റ് അംഗം AM മെഹബൂബ്, ജനാർദ്ദനൻ തമ്പി എന്നിവർ സംസാരിച്ചു. സ്നേഹത്തണൽ ഇതിൻ്റെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മൾ നല്ലൊരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ, വളരെ നിർധനരായിട്ടുള്ളൊരു കുടുംബമാണ്. അമ്മ ഒരു തൊഴിലായിട്ട് ബാംഗ്ലൂരാണ്. വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കൃഷ്ണരാജിനെ ഈ അമ്മ ഈ തലത്തിൽ എത്തിച്ചേർത്തിട്ടുള്ളത്. ആ അമ്മയെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടതും ആദരിക്കുന്നത്. ഞങ്ങളപ്പം തന്നെ തീരുമാനിച്ചു, അപ്പം തന്നെ അത് നടപ്പിലാക്കി. അവിടെ ചെന്നു, ആ സിറ്റുവേഷൻ കണ്ടു, കൃഷ്ണരാജിൻ്റെ ആ വിഷമങ്ങൾ കണ്ടറിഞ്ഞു. പലരെയും, അതായത് കൃഷ്ണരാജിൻ്റെ ഒപ്പം പങ്കെടുത്ത പലരെയും പോയി അതായത് ജനപ്രതിനിധികളാവട്ടെ, മറ്റു സാമൂഹ്യ പ്രതിനിധികൾ എല്ലാവരും ചെന്നു. പക്ഷേ കൃഷ്ണരാജിൻ്റെ അടുത്ത് മാത്രം ആരും എത്തില്ല എന്ന കുട്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിഷമമായി. അപ്പോൾ ഞങ്ങൾ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കൃഷ്ണരാജിനൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചു. ഇനിയും തുടർന്ന് കൃഷ്ണരാജിൻ്റെ ഓരോ നേട്ടങ്ങൾ കൊയ്യുമ്പോഴും അതിൽ ഞങ്ങളുണ്ടാവും. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പഞ്ചായത്തിലെ SC കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണോദ്ഘാടനം വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ് അധ്യക്ഷയായി. അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി CD പദ്ധതി വിശദീകരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സബിത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത ഗണേശൻ, പഞ്ചായത്ത് മെമ്പർമാരായ CM നിസാർ, ഷബീർ അലി, ധനീഷ്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, സന്തോഷ് പണിക്കശ്ശേരി, സുജിത്ത്, രേഖ അശോകൻ, നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പും SC ഭവനങ്ങൾക്കുള്ള വാട്ടർ ടാങ്കും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വെച്ച് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷയായി. അംഗങ്ങളായ KK സന്തോഷ്, ശ്രീദേവി മാധവൻ, സുരേഷ് ഇയാനി, ഐഷാബി ജബ്ബാർ, നിഖിത P രാധാകൃഷ്ണൻ, P വിനു, CS മണികണ്ഠൻ, PB സെന്തിൽകുമാർ, CS മണികണ്ഠൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത എന്നിവർ സംസാരിച്ചു. 73 വാട്ടർ ടാങ്കും 23 ലാപ്ടോപ്പുമാണ് വിതരണം ചെയ്തത്. 24 കുട്ടികൾക്കാണ് നമ്മൾ ലാപ്ടോപ്പ് കൊടുക്കുന്നത്. അതിൽ ഏകദേശം ഒരു 10 കുട്ടികൾ മാത്രമാണ് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളൂ. കൃത്യമായിട്ട് പ്രൊഫഷണൽ കോളേജുകൾ എന്നുള്ള രീതിയിൽ തന്നെ വേണം. അത് സർക്കാരിൻ്റെ കീഴിലുണ്ട്. മറ്റ് പ്രൈവറ്റ് കോളേജുകൾക്കൊന്നും സർക്കാർ അംഗീകൃതമല്ലാത്ത കോളേജുകൾക്ക് കൊടുക്കണില്ല, അത് അംഗീകരിക്കണില്ല. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 4 വർഷം കൊണ്ട് 55 ലക്ഷം രൂപയോളം SC മേഖലയിൽ തന്നെ ലാപ്ടോപ്പിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ വേറെ. ഒപ്പം തന്നെ കുടിവെള്ളത്തിന് അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമമാണ് നേരിടുന്നത്. അപ്പോൾ വെള്ളം ഒരു കിട്ടാകനിയായി മാറുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് കൊണ്ടും അപേക്ഷിച്ച ഒരുവിധ ആൾ 73 പേർക്ക് എത്രയാണ് അപേക്ഷിക്കുന്നത്? 99 ആൾ. 73 പേര് രേഖകളായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കിന്നും ഇന്ന് വന്നവർക്ക് ഇന്നും നാളെ. ഇടവേളയ്ക്ക് ശേഷം നോക്കാം മറ്റു വാർത്തകൾ.
Manapuram Geeta Ravi Public School. The joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയുടെ ധനസഹായത്തോടെ DBT സ്റ്റാർ കോളേജ് സ്കീമിന് അപേക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സയൻസ് ഫൗണ്ടേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശില്പശാല DBT സ്റ്റാർ സ്കീം കോർഡിനേറ്റർ ഡോക്ടർ ഗരിമ ഗുപ്ത വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. DBT ടാസ്ക് ഫോഴ്സ് മെമ്പർ ഡോക്ടർ രാജേന്ദ്രൻ ആർ, PSG വിമൻസ് കോളേജ് കോയമ്പത്തൂർ പ്രിൻസിപ്പൽ ഡോക്ടർ ഹാരതി പരാശൂർ ബാബു, കോയമ്പത്തൂർ RVS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ T ശിവകുമാർ എന്നിവർ ക്ലാസുകളെടുത്തു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും 54 വിവിധ കോളേജുകളിൽ നിന്നായി 120ഓളം ശാസ്ത്ര അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബിരുദശാസ്ത്ര വിഷയങ്ങളുടെ അക്കാദമികവും ഭൗതികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോളേജുകളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ DBT ധനസഹായം നൽകുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ PS, UGC എമറിറ്റ്സ് പ്രൊഫസർ R രവീന്ദ്രൻ, പ്രവീൺ പ്രസാദ്, ഡോക്ടർ സിജി നരേന്ദ്രൻ, ഡോക്ടർ സിമി എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് 28 പേർക്ക് ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വിഹിതം, ജില്ലാ പഞ്ചായത്ത് വിഹിതം എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നിർവഹണം നടത്തിയത്. സ്റ്റാറ്റിക് സൈക്കിൾ, വീൽ ചെയറുകൾ, തെറാപ്പി മാറ്റുകൾ, തെറാപ്പി ബോളുകൾ, പീഡിയാട്രിക് വീൽ ചെയർ, CP ചെയർ, ഫോൾഡിംഗ് വാക്കർ ഡീലക്സ്, വുഡൻ CP ചെയർ എന്നിങ്ങനെ 26 തരത്തിലുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്ഹാഖ് പുഴങ്കരയിലെത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, PM സൈനുൽ ആബ്ദീൻ, സെക്രട്ടറി ഗിരീഷ് മോഹൻ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ KR വൈദേഹി, KK സക്കരിയ എന്നിവർ സംസാരിച്ചു. വൃക്കദാനം ചെയ്ത് നാടിന് മാതൃകയായ ഷൈജു സായിറാമിനെ താന്യം ഗ്രാമപഞ്ചായത്ത് ലോക വൃക്ക ദിനത്തിന്റെ ഭാഗമായി അനുമോദിച്ചു. 5-ാം വാർഡിൽ ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അനുമോദനം. അവണങ്ങാട്ടിൽ കളരിയിൽ നടന്ന അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ അധ്യക്ഷനായി. ആശാ വർക്കർ സുശീല രാജൻ, അംഗൻവാടി അധ്യാപിക അഞ്ജു KB, മജീദ് പോക്കാക്കിലത്ത്, ദേവദാസ് കൊട്ടേക്കാട്ട്, ലില്ലി ജോസ് കൊമ്പൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സ്വദേശിയായ സുമേഷിനാണ് ഷൈജു സായിറാം വൃക്ക ദാനം ചെയ്തത്. സ്വന്തം കിഡ്നി കൊടുത്ത് സഹായിക്കാമെന്ന് പറയുകയാണ് ഷൈജു ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ 5-ാം വാർഡിൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ലോക വൃക്ക ദിനം നമ്മൾ ആചരിക്കാറുള്ളത്. അത് ഈ വർഷം ഷൈജു സായിറാമിനെ അനുവദിച്ചുകൊണ്ടാണ് നടത്തുന്നത്. മണലൂർ കാരയിൽ ദേവീക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. 6-ാം തീയതി മുതൽ 12 വരെയുള്ള സപ്തദിന പൂജകളോടെയാണ് മകന്നാളിൽ രാവിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത്. പുനഃപ്രതിഷ്ഠാ കർമ്മം സന്യാസിവര്യനായ നാരായണ ഗുരുകുലം സ്വാമി തത്വതീർത്ഥ നിർവഹിച്ചു. തന്ത്രി കാർത്തികേയൻ ശാന്തി, മേൽശാന്തി രൂപേഷ്, കീഴ്ശാന്തി രവി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ദീപാരാധന ശേഷം രാത്രി താലമെഴുന്നള്ളിപ്പ്,
ദേവിക്ക് കളം, തുടർന്ന് വടക്ക് വാതിൽക്കൽ മുട്ടിറക്കൽ, ഗുരുതി പൂജ, ഗുരുതി തർപ്പണം, മംഗളപൂജ എന്നിവയോടുകൂടി ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് സുശീൽ KS, സെക്രട്ടറി മോഹനൻ KG, ഖജാൻജി രജീന്ദ്രനാഥ് KV എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വീടെന്ന സ്വപ്നം ബാക്കിയായവർക്ക് ജീവനും ജീവിതവും നൽകുക എന്ന ലക്ഷ്യവുമായാണ് ലൈഫ് ഭവന പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിയുടെ കാലയളവിൽ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 200ഓളം ഭവനരഹിതർക്കാണ് വീടുകൾ നൽകിയത്. ഇതിനു പുറമെയാണ് സെലക്സ് ഗ്രൂപ്പുമായി സഹകരിച്ച് ഭൂരഹിതർക്കായി ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് 18-ാം വാർഡിൽ വാങ്ങിയ 56 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 12 അപ്പാർട്ട്മെന്റുകളാണ് 3 ബ്ലോക്കുകളായി നിർമ്മിക്കുന്നത്. ഓരോ അപ്പാർട്ട്മെന്റും 650 ചതുരശ്ര അടി വിസ്തീർണമുള്ളവയാണ്. ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷനാകും. മുഖ്യാതിഥികളായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് PU ഷിഹാബ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ എന്നിവർ പങ്കെടുക്കും. പഞ്ചായത്ത് സെക്രട്ടറി KS ബിന്ദു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രില്ല സുധി, ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ KK പ്രഹർഷൻ, BK മണിലാൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318Dയുടെ മെൽവിൻ ജോൺ ഫെലോഷിപ്പ് നവേദ് സക്രിയയ്ക്ക് നൽകി ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃപ്പയാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് RIM സക്രിയയുടെയും സീമ സക്രിയയുടെയും മകനും അതേ ക്ലബ്ബിലെ മെമ്പറുമായ നവേദ് സക്രിയയെ മെൽവിൻ ജോൺസ് ഫെലോഷിപ്പ് നൽകി ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലയാണ് ആദരിച്ചത്. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രിൻസ് തോമസ്, ജെയിംസ് അഞ്ചേരി, എഡിറ്റർ മുരളീധരൻ, പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക്, ഫസ്റ്റ് ഗവർണർ ജയകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. വലപ്പാട് പള്ളിപ്പുറം GFLP സ്കൂളിൽ കരാത്തെ പരിശീലനവും ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വിതരണവും ബെൽറ്റ് ദാന ചടങ്ങ് നടന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3 വർഷമായി നടത്തുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BR ജിത്ത് ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ അധ്യക്ഷയായി. LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓറഞ്ച് ബെൽറ്റ് മുതൽ പർപ്പിൾ ബെൽറ്റ് വരെ സ്ഥാനക്കയറ്റം നൽകി. കുട്ടികളുടെ കായികശേഷിയും ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും നേതൃത്വ പാഠവും വികസിപ്പിക്കാൻ ഈ പരിശീലനം കൊണ്ട് കഴിഞ്ഞെന്ന് സംഘാടകർ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷിജോ, സിജി സുരേഷ്, മണി ഉണ്ണികൃഷ്ണൻ, പ്രധാനാധ്യാപിക സൽമ, കരാത്തെ പരിശീലകൻ സുരേന്ദ്രൻ, MPTA പ്രസിഡന്റ് വിനീത രണദീപ് എന്നിവർ സംസാരിച്ചു. ഓരോ ദിവസം കലണ്ടറിൽ എണ്ണുകയാണ് ഈ ഒരു സംഗതി. അതായത് വൈസ് പ്രസിഡന്റ് എന്ന ഒരു പോസ്റ്റിനെ നമ്മൾ വളരെയധികം മാനിക്കുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന സമയം കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയല്ലോ എന്നുള്ളൊരു മൈൻഡാണ് നമ്മളെ കാര്യത്തിലേക്ക് അടക്കം. നമ്മുടെ ഇന്നത്തെ പ്രത്യേകിച്ചും ഈ ഒരു സ്കൂളിന്റെ അങ്കണത്തിൽ ഈ ഒരു 4 വർഷമായിട്ട് നമ്മൾ എത്രയെല്ലാം പരിപാടികളാണ് നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിരലിൽ എണ്ണാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ വേറിട്ട ഒന്ന് തന്നെയാണ് കരാട്ടെ പരിശീലനം. കരാട്ടെ പരിശീലനം മറ്റു സ്കൂളുകളിൽ എല്ലാം വിഭിന്നമായി നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ സ്വന്തം സ്കൂളിൽ GFLP സ്കൂളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്
തൃപ്പയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വലപ്പാട് 3-ാം വാർഡ് അംഗൻവാടിയിലേക്ക് ഫർണിച്ചറുകൾ വിതരണം ചെയ്തു. സോണൽ ചെയർപേഴ്സൺ VS വ്യാസബാബു സ്പോൺസർ ചെയ്ത കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുന്നതിനുള്ള ഫർണിച്ചറുകളാണ് വിതരണം ചെയ്തത്. തൃപ്പയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് RM സക്കറിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് സാനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CR ഗണേഷ്, മാധവ മേനോൻ, AA ആന്റണി, വാർഡ് മെമ്പർ സിജി സുരേഷ്, VS വ്യാസബാബു, C വാസുദേവൻ, നസീർ, അംഗൻവാടി അധ്യാപിക ശൈലജ എന്നിവർ സംസാരിച്ചു. നാടിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഓരോ ചെറിയ കൊച്ചുകാര്യമായാലും അതിന് നമ്മുടെ ലയൺസ് ക്ലബ്ബ് എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് കഴിഞ്ഞ കുറച്ച് മാസം മുൻപ് ഇതിന് ആവശ്യമായ കുട്ടികൾക്ക് ഇരിക്കാനുള്ള കസേരയും മറ്റും കൊടുത്തു. കൺവെൻഷൻ മോഷണം ഇന്നിപ്പോൾ ഈ കുട്ടികൾക്ക് അതിന് മനസ്സ് കാണിച്ച വ്യാസബാബുവിനും ക്ലബിനും തളിക്കുളം സർദാർ രാമുവളവ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. പ്രദേശവാസികളായ 1000-ഓളം പേർ പങ്കെടുത്ത വിപുലമായ നോമ്പുതുറയിൽ വലപ്പാട് സബ് ഇൻസ്പെക്ടർ സൈഫുദ്ദീൻ ഇഫ്താർ സന്ദേശം നൽകി. സർദാർ രാമുവളവ് പ്രസിഡന്റ് PI സാഗർ അധ്യക്ഷനായി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, വാർഡ് മെമ്പർ MK ബാബു, SNB UP സ്കൂൾ മാനേജരും സർദാർ രാമുവളവ് സെക്രട്ടറിയുമായ EA സുഗതകുമാർ എന്നിവർ മുഖ്യാതിഥികളായി സംബന്ധിച്ചു. സർദാർ ഗൾഫ് കൂട്ടായ്മ ഖത്തർ മേഖലാ പ്രസിഡന്റ് ടിൻഡു കുറുവത്ത്, UAE മേഖലാ ഭാരവാഹി സോണി, അഡ്വക്കേറ്റ് സന്തോഷ് എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ശരീരം തളർന്ന യുവാവ് മരിച്ചു. ശരീരം തളർന്ന് അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന എറവ് സ്വദേശി മങ്ങാട്ട് വാസു സുസ്മിത ദമ്പതികളുടെ മകൻ ജിഷ്ണുവാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. 2.5 വർഷം മുമ്പ് അരിമ്പൂരിൽ വെച്ച് ജിഷ്ണുവിൻ്റെ ഓട്ടോ മരത്തിലിടിച്ച് മറിഞ്ഞാണ് ഗുരുതര പരിക്കേറ്റത്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിങ്ങോട്ടുകരയിൽ പിതാവിനെ മർദ്ദിച്ച് പ്രായപൂർത്തിയാകാത്ത മകനെ തട്ടിക്കൊണ്ടുപോയ ക്രിമിനൽ കേസ് പ്രതി പിടിയിൽ. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COA കോട്ടപ്പുറം വൈദ്യുതി ഭവൻ മാർച്ച് നടത്തി. മണലൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.